എന്തൊക്കെയാണ് എന്നെത്തി? ഞാൻ 2-3 ദിവസമായിടാ. വയറൊക്കെ കൂടി പൈസ ആയി പോയില്ലേ? പൈസ കുറവില്ല. പിന്നെ അനക്കെന്തൊക്കെയാ പരിപാടി? ഞാൻ ഇപ്പൊ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് അല്ലേ. ഇമ്പോർട്ടിങ് ഹിന്ദിക്കാരെ ഇമ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് ചെയ്യുക ഇതൊക്കെ തന്നെ. പങ്കാളികളെ വഹിക്കുക പണ്ടത്തെ ഉടായിപ്പ് തന്നെ അല്ലേ? അല്ലടോ, ശുചിപ്പണിക്കൊരു വീട് ഇവിടെ അടുത്തോടെ. മൂപ്പര് തൈലാണ്ട് പോയത്. ആളെങ്ങനെ? ആള് പുലിയല്ലേ? പഴയ കൊറോണ പ്രവചിച്ച മൂപ്പരാ? കൊറോണ പ്രവചിച്ചല്ലെന്ന് ഈ വാർഡ് മൊത്തക്ക് കൊറോണ ഉണ്ടെന്ന് മൂപ്പരാണ് ഫസ്റ്റ്. ശരി, കൊറോണ കൊണ്ടുപോകുന്ന ആളല്ലേ? എനിക്ക് മൂപ്പരൊന്ന് കാണണം. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോയിട്ട് പണിക്കരില്ലേ അവിടെ? ഉള്ളിലുണ്ട്. വലുതോ വെക്കുക. ഇതല്ലേ 10 മണിക്കും 10:30ക്കും ഇടയ്ക്ക് എത്തിക്കോളുക. ആ സമയമാകുമ്പോൾ എത്തിക്കോളുക. ഓക്കെ. ഓ നമ ശിവായ. എന്താണാവോ വന്നത്? ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. വളരെ നല്ലത്. നാളും പേരും വേലായുധം കുട്ടി ആയില്യ നക്ഷത്രം. കുറ്റി അടിക്കാനാവും. അല്ല പണിക്കരെ? പിന്നെ സമയം നോക്കാനാവും. അല്ല പണിക്കരെ? പിന്നെ എന്തിനാണാവോ വന്നത്? ഞാൻ വീട് വെക്കാൻ തീരുമാനിച്ചു. നല്ലൊരു മലയാളിനെ കൊണ്ട് പണിയെടുപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എവിടെ നോക്കിയിട്ട് ഒരു മലയാളിനും കിട്ടാനില്ല. എവിടെയെങ്കിലും ഒരു മലയാളി ഉണ്ടോയെന്ന് ഒന്ന് നോക്കി പറഞ്ഞുതരൂ. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ നോക്കി നോക്കാം. ധനു, മകരം, കുംഭം, വൃശ്ചികം. രക്ഷയില്ലല്ലോ. അല്ല പണിക്കരെ, നിങ്ങളിത് വെച്ചിട്ടേ നല്ലോണം ഒന്ന് ചവിട്ടി കുഴച്ച് ഒന്നും കൂടി ഒന്ന് നോക്കി പണിക്കരെ. കാണുന്നുണ്ട്. വാസ്തുപ്രകാരം വീട് നിർമ്മിക്കാൻ ഉത്തമനായ ഒരു മലയാളിയെ ഞാൻ ഇവിടെ കാണുന്നു. ആരാ പണിക്കരെ അത്? കൈമ്പാലം വിഷ്ണു ക്ഷേത്രം അറിയോ? ഓ, അതിന്റെ പിറകിലെ 3-ാമത്തെ വീട്. എത്രാമത്തെ വീട്? 3-ാമത്തെ വീട്. ഉടനടി ചെന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനചലനം സംഭവിക്കാം. ഭഗവതി കാത്തു. എന്നാ പണിക്കരെ ഞാൻ പോട്ടെ. അല്ല, എന്നാ ശരി. അഞ്ഞൂറാണ് 500 കിട്ടിയതായി. അല്ല പണിക്കരെ കണ്ടോ? പണിക്കരെ കണ്ട്. അല്ല ശരിക്കും എന്താ പ്രശ്നം? അതെ, ഞാനൊരു വീട് വെക്കാൻ തീരുമാനിച്ചു. ഒരു മലയാളിനെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോയതാ. അത് കുറച്ച് പ്രശ്നമാണല്ലോ. എന്നിട്ട് എന്തായി? ആളെ കിട്ടിയടാ. കിട്ടിയോ? ആരാണ്? എവിടെയാണ്? അതെ, നമ്മളെ വിഷ്ണു ക്ഷേത്രല്ലേ, അതിന്റെ അടുത്ത് 3-ാമത്തെ വീട്. 3-ാമത്തെ വീടോ? അത് പാരാ. അത് എന്റെ വീടല്ലേ ചങ്ങയ്യെ? പറയുമ്പോൾ അത് നിന്റെ വീടല്ലേ? ഞാനെന്ത് മോയന്തനല്ലേ? നമുക്ക് ഇപ്പഴാ മനസ്സിലായത് എന്റെ പൈസയെ പണിക്കര് തിന്നു പോവുള്ളൂ. ഞാനേ ഈ പണി വെറുത്തിട്ടാണ് ഗൾഫ് പോയത്. അവിടെ അറബീന്റെ കക്കൂസ് കഴിക്കാലും ഇതിലും അന്തസ്സാ. അത് ശരിയാ. ഇവിടെ ഈ പണിയെടുത്ത് ഒരു വിലയില്ലടോ. അല്ലേ? അല്ലടോ, എന്റെ വീടിന്റെ പണി അങ്കന്നെ എടുത്താ പോരഷ്ടാ. ഇനി ഇപ്പണി ഞാൻ എടുക്കേ, എന്റെ പട്ടി എടുക്കും. ഇങ്ങനത്തെ കൊറേ മോന്തള്ളതിനെ കൊണ്ട് ഞാനൊക്കെ രക്ഷപ്പെട്ടു പോണത്.